Welcome to Accessible Tech World for the Visually Impaired in Malayalam YouTube channel to empower visually impaired people with computer education. Hi friends, ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് Windows 10, Windows 11 എന്നീ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ ഡെസ്ക്ടോപ്പ് വിൻഡോ ലേഔട്ട് താരതമ്യം ചെയ്യുകയാണ്. ജോസ് സ്ക്രീൻ റീഡറിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു താരതമ്യം നോക്കാൻ പോകുന്നത്. വിൻഡോസ് 10 ഡെസ്ക്ടോപ്പ് ലേഔട്ട് നമ്മൾ മുൻപ് പരിചയപ്പെട്ടിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് നോക്കിയ ശേഷം വിൻഡോസ് 11 ഡെസ്ക്ടോപ്പ് ലേഔട്ട് നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് വിൻഡോസ് 10ൻ്റെ ഡെസ്ക്ടോപ്പ് ലേഔട്ട് പരിശോധിക്കാം. വിൻഡോസ് 10 ഡെസ്ക്ടോപ്പിലേക്ക് എത്തുന്നതിനായി വിൻഡോസ് ഡി അല്ലെങ്കിൽ വിൻഡോസ് എം എന്നീ കീ കമാൻഡുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ മുൻപ് പഠിച്ചതാണ്. ഞാനിവിടെ വിൻഡോസ് ഡി എന്ന കമാൻഡ് കൊടുത്തുകൊണ്ട് ഡെസ്ക്ടോപ്പിലേക്ക് പോവാണ്. Windows D, folder view, list view, WhatsApp, 40 of 59. To move the items, use the arrow keys. To edit the selected item, press F2. ഡെസ്ക്ടോപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ഫോൾഡർ വ്യൂ, ലിസ്റ്റ് വ്യൂ എന്ന ഭാഗത്താണ് നിലവിൽ ഉള്ളത്. എന്താണ് ഫോൾഡർ വ്യൂ, ലിസ്റ്റ് വ്യൂ എന്നെല്ലാം ഇൻട്രഡക്ഷൻ ടു വിൻഡോസ് 10 ഡെസ്ക്ടോപ്പ് എന്ന ഭാഗത്ത് നമ്മൾ പരിചയപ്പെട്ടു. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് വിൻഡോസ് 10, വിൻഡോസ് 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ ഡെസ്ക്ടോപ്പ് വിൻഡോയുടെ ലേഔട്ട് തമ്മിൽ ഒരു കമ്പാരിസൺ അത്രയേ ഉള്ളൂ. നമ്മൾ ഡെസ്ക്ടോപ്പിലെത്തി ഇവിടെ നാവിഗേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഒക്കെ നമ്മൾ മുമ്പ് നോക്കിയതാണ്. അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. വിൻഡോസ് 10ലും 11ലും നാവിഗേഷൻ സെയിം ആണ്. ഫോൾഡർ വ്യൂ, ലിസ്റ്റ് വ്യൂയിലും മാറ്റമില്ല. നമുക്ക് ആരോ കീസ് ഉപയോഗിച്ച് നാവിഗേറ്റ് ചെയ്യാം. പേജ് അപ്പ്, പേജ് ഡൗൺ, ഹോം, എൻഡ് തുടങ്ങിയിട്ടുള്ള നാവിഗേഷൻ കീസ് എല്ലാം ഉപയോഗിക്കാം. ഇതാണ് ഫോൾഡർ വ്യൂ, ലിസ്റ്റ് വ്യൂ. ഇനി നമുക്ക് ബോട്ടം ഏരിയയിലേക്ക് വന്നാൽ വിൻഡോസ് 10ൻ്റെ ബോട്ടം ഏരിയ എന്ന് പറയുന്നത് ലെഫ്റ്റ് ബോട്ടം കോർണറിലായി സ്റ്റാർട്ട് വിൻഡോ കാണാം, സ്റ്റാർട്ട് ബട്ടൺ. തൊട്ടടുത്ത് ടൂൾ ബാറിലെ 3 ബട്ടൺസ്, കോർട്ടന, അതുപോലെ ടൈപ്പ് ഹിയർ ടു സെർച്ച്, അതുപോലെ ടാസ്ക് വ്യൂ. അതിനുശേഷം ടാസ്ക് ബാറിലുള്ള ആപ്ലിക്കേഷനും മറ്റും കാണാം. ദെൻ നോട്ടിഫിക്കേഷൻ ഏരിയ. ഇങ്ങനെ ഒരു ക്രമീകരണമാണ്. ഇതൊന്ന് ഡെമോ ചെയ്ത ശേഷം പെട്ടെന്ന് വിൻഡോസ് 10 നോക്കിയ ശേഷം നമുക്ക് വിൻഡോസ് 11ൻ്റെ ലേഔട്ട് പരിചയപ്പെടാം. ബോട്ടം ഏരിയയിലേക്ക് പോവുകയാണ്. നമുക്കിവിടെ 2 തരം നാവിഗേഷനാണ് പറ്റുക. ഒന്നെങ്കിൽ ടാബ്, ഷിഫ്റ്റ് ടാബ്, ഇത് മുമ്പ് നമ്മൾ പരിചയപ്പെട്ടതാണ്. അല്ലെങ്കിൽ F6. ഇങ്ങനെ 2 നാവിഗേഷനാണ്. ഞാൻ ഇവിടെ ടാബ് കീ പ്രസ് ചെയ്യുന്നു. Start button to open, press enter. സ്റ്റാർട്ട് ബട്ടൺ ലെഫ്റ്റ് ബോട്ടം കോർണറിലാണ്. സ്ക്രീനിൻ്റെ ഇടതുവശത്ത് താഴെ ഇടത് സൈഡിൽ മൂലയ്ക്കായിട്ടാണ് വിൻഡോസ് 10ൽ സ്റ്റാർട്ട് ബട്ടൺ കാണപ്പെടുന്നത്. ഡെസ്ക്ടോപ്പിൻ്റെ 5 എലമെൻറ്റ്സ് നമ്മൾ മുമ്പ് പറഞ്ഞു. ഒന്ന് ഫോൾഡർ വ്യൂ, ലിസ്റ്റ് വ്യൂ, മറ്റൊന്ന് സ്റ്റാർട്ട് ബട്ടൺ, പിന്നൊന്ന് ടൂൾ ബാർ, മറ്റൊന്ന് ടാസ്ക് ബാർ, ദെൻ സിസ്റ്റം ട്രേ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഏരിയ. അതിൽ ആദ്യത്തെ എലമെൻ്റ് ആയിട്ടുള്ള ഫോൾഡർ വ്യൂ, ലിസ്റ്റ് വ്യൂ നമ്മൾ പരിചയപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് ഇനി കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. സെക്കൻഡ് വൺ സ്റ്റാർട്ട് ബട്ടൺ. ഒരിക്കൽ കൂടി ടാബ്. Type here to search button to activate, press space bar. ടൈപ്പ് ഹിയർ ടു സെർച്ച് ബട്ടൺ. സ്റ്റാർട്ട് ബട്ടൻ്റെ തൊട്ട് വലതുവശത്തായി കാണപ്പെടുന്ന ബട്ടണാണ്. ഇത് ടൂൾ ബാറിൻ്റെ ഭാഗമാണ്. ടൂൾ ബാറിൽ 3 ബട്ടൺസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ ബട്ടണാണ് ടൈപ്പ് ഹിയർ ടു സെർച്ച്. ടാബ്. Talk to Cortana button to activate, press space bar. ടോക്ക് ടു കോർട്ടന ബട്ടൺ. കോർട്ടന അസിസ്റ്റൻ്റ് ആണെന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ടൂൾ ബാറിലെ 2ാമത്തെ ബട്ടണാണ്. ടൈപ്പ് ഹിയർ ടു സെർച്ച് എന്ന ബട്ടൻ്റെ തൊട്ട് വലതുവശത്ത് കാണപ്പെടുന്ന ബട്ടൺ. ടാബ്. Task view button to activate, press space bar. ടാസ്ക് വ്യൂ ബട്ടൺ. ടൂൾ ബാറിലെ 3ാമത്തെ ബട്ടൺ. ടാബ്. Task bar Microsoft Edge button to activate, press space bar. ടാസ്ക് ബാറിലൂടെ നാവിഗേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷേ ടാസ്ക് ബാർ ബോട്ടം ഏരിയയിൽ ഉൾപ്പെടുന്ന ഒരു ചെറിയ ബോക്സാണ്, ഒരു ഭാഗമാണ്. അതിലേക്ക് വിശദമായി നമുക്ക് പിന്നീട് വരാം. ടാബ്. Notification chevron button to activate, press space bar. System tray meet now button to activate, press space bar. സിസ്റ്റം ട്രേ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഏരിയ ഡെസ്ക്ടോപ്പിൻ്റെ 5ാമത്തെ എലമെൻ്റാണ്.
ഒരിക്കൽ കൂടി ടാപ്പ്. Show desktop button to activate, press spacebar. ഷോ ഡെസ്ക്ടോപ്പ് ബട്ടൺ റൈറ്റ് ബോട്ടം കോർണറിൽ കാണപ്പെടുന്ന ബട്ടണാണ്. സ്ക്രീനിൻ്റെ താഴെ വലതുവശത്ത് മൂലയ്ക്കായി കാണപ്പെടുന്ന ബട്ടണാണ് ഈ ഷോ ഡെസ്ക്ടോപ്പ് ബട്ടൺ. ഒരിക്കൽ കൂടി ടാപ്പ്. Folder view, list view, Thorium reader 41 of 59. നമ്മൾ വീണ്ടും തിരികെ ഫോൾഡർ വ്യൂ ലിസ്റ്റ് വ്യൂവിലെത്തി. ഇതാണ് വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഡെസ്ക്ടോപ്പ് ലേഔട്ട്. ഒരിക്കൽ കൂടി നമുക്ക് ലേഔട്ട് ഒന്ന് പെട്ടെന്ന് നോക്കാം. Start button to open, press enter. ലെഫ്റ്റ് ബോട്ടം കോർണറിൽ സ്റ്റാർട്ട് ബട്ടൺ. Type here to search button to activate, press spacebar. തൊട്ട് വലതുവശത്ത് ടൈപ്പ് ഹിയർ ടു സെർച്ച് ബട്ടൺ. Talk to Cortana button to activate, press spacebar. ടോക്ക് ടു കോർട്ടന ബട്ടൺ. Task view button to activate, press spacebar. ടാസ്ക് വ്യൂ ബട്ടൺ. Taskbar Microsoft Edge button to activate, press spacebar. ടാസ്ക് ബാർ. Notification chevron button to activate, press spacebar. System tray meet now button to activate, press spacebar. നോട്ടിഫിക്കേഷൻ ഏരിയ. Show desktop button to activate, press spacebar. ഷോ ഡെസ്ക്ടോപ്പ് ബട്ടൺ. ഇങ്ങനെയാണ് വിൻഡോസ് 10ൻ്റെ ഡെസ്ക്ടോപ്പ് വിൻഡോ ലേഔട്ട്. 5 എലമെൻറ്റ്സ് നമ്മൾ നോക്കി. ഫോൾഡർ വ്യൂ ലിസ്റ്റ് വ്യൂ, സ്റ്റാർട്ട് ബട്ടൺ, ടൂൾ ബാർ, ടാസ്ക് ബാർ, നോട്ടിഫിക്കേഷൻ ഏരിയ അല്ലെങ്കിൽ സിസ്റ്റം ട്രീ. ഇനി വിൻഡോസ് 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് എത്തുമ്പോൾ ഈ ഒരു ഡെസ്ക്ടോപ്പ് വിൻഡോയിൽ പ്രകടമായ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, പ്രത്യേകിച്ച് സ്ക്രീൻ റീഡർ യൂസേഴ്സിന് എന്തെല്ലാം മാറ്റങ്ങളാണ് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നത് എന്ന് നോക്കാം. ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കുന്നതിന് മുൻപ് നിലവിൽ ഞാൻ വിൻഡോസ് 11 ഒരു വെർച്വൽ മെഷീനിലാണ് റൺ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണയായി നമ്മൾ വിൻഡോസ് 11 റൺ ചെയ്യുമ്പോൾ കാണുന്നതല്ല നിലവിൽ എൻ്റെ സ്ക്രീനിൽ കാണുന്ന വിഷ്വലൈസേഷൻ. അതിന് കാരണം ഞാൻ ഒരു വെർച്വൽ മെഷീനിൽ വിൻഡോസ് 11 റൺ ചെയ്തിരിക്കുന്നു എന്നതാണ്. ഇനി നമുക്ക് വിൻഡോസ് 11 ഡെസ്ക്ടോപ്പ് ലേഔട്ട് നോക്കാം. വിൻഡോസ് 10 എന്നതുപോലെ തന്നെ വിൻഡോസ് 11ൻ്റെ ഡെസ്ക്ടോപ്പിനും 5 എലമെൻറ്റ്സ് ആണുള്ളത്. ഫോൾഡർ വ്യൂ ലിസ്റ്റ് വ്യൂ, സ്റ്റാർട്ട് ബട്ടൺ, ടൂൾ ബാർ, ടാസ്ക് ബാർ, നോട്ടിഫിക്കേഷൻ ഏരിയ. ഇങ്ങനെ 5 എലമെൻറ്റ്സ് ആണുള്ളത്. ഇതിൽ ഡെസ്ക്ടോപ്പിലേക്ക് എത്തിച്ചേരുന്നതിനായി നമ്മൾ എങ്ങനെയാണോ വിൻഡോസ് 10ൽ ഡെസ്ക്ടോപ്പിലേക്ക് നാവിഗേറ്റ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ 11ലും നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഒന്നുകിൽ വിൻഡോസ് ഡി ഫോർ ഡെൽറ്റ അല്ലെങ്കിൽ വിൻഡോസ് എം ഫോർ മാജിക്. ഈ 2 കീ കമാൻഡുകൾ ഉപയോഗിച്ച് നമുക്ക് വിൻഡോസ് 11ലും ഡെസ്ക്ടോപ്പിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഞാനിത് ഡെമോ ചെയ്യാം. ജോസ് വിൻഡോയിലാണ് നിലവിൽ ഫോക്കസ് ഉള്ളത്. വിൻഡോസ് ഡി പ്രസ് ചെയ്ത് ഡെസ്ക്ടോപ്പിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നു. Windows D, folder view list view, not selected recycle bin. നിലവിൽ നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് എത്തിച്ചേർന്നു. നമുക്കറിയാവുന്നതുപോലെ വിൻഡോസ് എം എന്ന കീ കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ നേരത്തെ എവിടെയാണോ നമ്മുടെ ഫോക്കസ് ഉണ്ടായിരുന്നത് ആ ഒരു പർട്ടിക്കുലർ വിൻഡോ മിനിമൈസ് ചെയ്തുകൊണ്ടാകും ഡെസ്ക്ടോപ്പിലേക്ക് എത്തിച്ചേരുക. എന്നാൽ വിൻഡോസ് ഡി എന്ന കീ കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് എത്തിച്ചേരും. ഒരിക്കൽ കൂടി വിൻഡോസ് ഡി പ്രസ് ചെയ്താൽ Windows D, JAWS Home Manual. നമ്മുടെ ഫോക്കസ് പ്രീവിയസ് വിൻഡോയിലേക്ക് തന്നെ തിരിച്ചെത്തും. ഇത് വിൻഡോസ് 11ൽ വന്ന മാറ്റമല്ല, എങ്കിലും ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. വിൻഡോസ് 10ലും ഈ ഒരു സംവിധാനം നിലവിലുണ്ട്. ഏതായാലും നമുക്ക് വിൻഡോസ് ഡി പ്രസ് ചെയ്ത് ഒരിക്കൽ കൂടി ഡെസ്ക്ടോപ്പിലേക്ക് പോവാം. Windows D, folder view list view, not selected recycle bin. ഒരിക്കൽ കൂടി നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് തിരിച്ചെത്തി. ഇനി നാവിഗേഷൻ നോക്കാം. ഫോൾഡർ വ്യൂ ലിസ്റ്റ് വ്യൂവിലെ ഐക്കണുകളിലൂടെയുള്ള നാവിഗേഷനിൽ 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലും മാറ്റങ്ങളൊന്നുമില്ല. ആരോ കീസ് അതുപോലെ മറ്റ് നാവിഗേഷൻ കീസ് എല്ലാം തന്നെ ഉപയോഗിക്കാം. നിലവിൽ ഞാൻ ഡൗൺ ആരോ പ്രസ് ചെയ്യുന്നു. Bash 4 of 8. Download Visual Studio Code 5 of 8. അപ്പ് ആരോ. Bash 4 of 8. ഇത്തരത്തിൽ ഡെസ്ക്ടോപ്പിലെ ഫോൾഡർ വ്യൂ ലിസ്റ്റ് വ്യൂ എന്ന ഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്ന ഐക്കണുകളിലൂടെ നാവിഗേറ്റ് ചെയ്യുന്നതിനായി ആരോ കീസ് മറ്റ് നാവിഗേഷൻ കീസ് എല്ലാം തന്നെ വിൻഡോസ് 10ലും വിൻഡോസ് 11ലും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഫോൾഡർ വ്യൂ ലിസ്റ്റ് വ്യൂയിലൂടെയുള്ള നാവിഗേഷനിൽ വിൻഡോസ് 10, വിൻഡോസ് 11 എന്നീ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല. എങ്ങനെയാണോ 10ൽ നമ്മൾ നാവിഗേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതേ സെയിം സ്ട്രാറ്റജി നമുക്ക് വിൻഡോസ് 11ലും യൂസ് ചെയ്യാവുന്നതാണ്. ഫോൾഡർ വ്യൂ ലിസ്റ്റ് വ്യൂ എലമെന്റിൽ വിൻഡോസ് 10, വിൻഡോസ് 11 എന്നീ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ തമ്മിൽ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും ബോട്ടം റീജിയനിലേക്ക് വന്നാൽ പ്രത്യക്ഷത്തിൽ ചില മാറ്റങ്ങൾ പ്രകടമാണ്. സ്ക്രീൻ റീഡർ യൂസേഴ്സിനും ഈ പ്രകടമായ മാറ്റം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.
അതാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. ജോസ് സ്ക്രീൻ റീഡറാണ് ഉപയോഗിക്കുന്നത്. വിൻഡോസ് 10 പോലെ തന്നെ ബോട്ടം റീജിയൻ നോക്കുന്നതിനായി രണ്ട് തരം നാവിഗേഷനാണ് നമുക്കുള്ളത്. ടാബ് അല്ലെങ്കിൽ ഷിഫ്റ്റ് ടാബ്, ദെൻ ഫംഗ്ഷൻ കീ F6. ഞാനിവിടെ ടാബ് ഷിഫ്റ്റ് ടാബ് നാവിഗേഷനാണ് ഉപയോഗിക്കുന്നത്. ഇതിനായി ടാബ് കീ പ്രസ് ചെയ്യുന്നു. Taskbar, start button not checked. ഫസ്റ്റ് വൺ സ്റ്റാർട്ട് ബട്ടൺ ആണ്. പക്ഷേ സ്റ്റാർട്ട് ബട്ടൺ ടാസ്ക് ബാറിന്റെ ഭാഗമായി മാറിയിരിക്കുന്നതായി കാണാം. വിൻഡോസ് 10ൽ സ്ക്രീനിന്റെ ലെഫ്റ്റ് ബോട്ടം കോർണറിലായിരുന്നെങ്കിൽ 11ൽ അത് സ്ക്രീനിന്റെ സെന്ററിലേക്ക് മാറിയിരിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ മാറ്റം. സ്റ്റാർട്ട് ബട്ടൺ സെന്ററിലേക്ക് മാറിയിരിക്കുന്നു, ടാസ്ക് ബാറിന്റെ ഭാഗമായിരിക്കുന്നു. ഒരിക്കൽ കൂടി ടാബ് കീ പ്രസ് ചെയ്യുന്നു. Search button not checked. വിൻഡോസ് 10ൽ ഉള്ളതുപോലെ തന്നെ സ്റ്റാർട്ട് ബട്ടന്റെ തൊട്ട് വലതുവശത്തായി ഒരു സെർച്ച് ബട്ടൺ, സ്പേസ് ബാർ പ്രസ് ചെയ്ത് ഇത് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ടാബ്, Task view button not checked. ടാസ്ക് വ്യൂ, ടാബ്, Widgets button not checked. വിജിറ്റ്സ് ബട്ടൺ. ഇതാണ് വിൻഡോസ് 10ൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു ഫീച്ചർ. ടാബ് കീ പ്രസ് ചെയ്യുന്നു. Chat button not checked. വ്യത്യസ്തമായ മറ്റൊരു ഫീച്ചറാണ് ചാറ്റ് ബട്ടൺ. ചാറ്റ് ബട്ടണിനെ കുറിച്ചും വിജിറ്റ്സ് ബട്ടണിനെ കുറിച്ചും നമുക്ക് പിന്നീട് സംസാരിക്കാം. ഒരിക്കൽ കൂടി ടാബ് കീ പ്രസ് ചെയ്യുന്നു. File Explorer button. ഫയൽ എക്സ്പ്ലോറർ ബട്ടൺ. ഇത് വിൻഡോസ് 10ലും ഉണ്ട്. ടാബ്, Notification chevron button. നോട്ടിഫിക്കേഷൻ ഓവർഫ്ലോ ഏരിയ അഥവാ സിസ്റ്റം ട്രേ. ടാബ്, Folder view list view, bash, 4 of 8. തിരികെ നമ്മൾ ഫോൾഡർ വ്യൂ ലിസ്റ്റ് വ്യൂ എന്ന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത്രയുമാണ് വിൻഡോസ് 10ൽ നിന്ന് 11ലേക്ക് എത്തുമ്പോഴുള്ള മാറ്റം. ഫോൾഡർ വ്യൂ ലിസ്റ്റ് വ്യൂയിൽ ഫസ്റ്റ് ലെറ്റർ നാവിഗേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ നാവിഗേഷനും അവൈലബിൾ ആണ്. ജോസ് സ്ക്രീൻ റീഡർ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ വിൻഡോസ് 10, വിൻഡോസ് 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ തമ്മിൽ വലിയ മാറ്റങ്ങൾ ഇല്ലെങ്കിലും പ്രത്യക്ഷത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഡെസ്ക്ടോപ്പിൻ്റെ ബോട്ടം ഏരിയ, സ്റ്റാർട്ട് മെനു ബോട്ടം സെൻറ്ററിലേക്ക് മാറി ടാസ്ക് ബാറിൻ്റെ ഭാഗമായി. തുടർന്ന് വരുന്ന എക്സ്ട്രാ ബട്ടൺസ്, വിജിറ്റ്സ് ബട്ടൺ, ചാറ്റ് ബട്ടൺ തുടങ്ങിയിട്ടുള്ള ഫീച്ചറുകളൊക്കെ പുതിയതാണ്. കൂടാതെ സ്റ്റാർട്ട് വിൻഡോയിലും ചെറിയ മാറ്റങ്ങൾ പ്രകടമാണ്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. ഏതായാലും വിൻഡോസ് 10, വിൻഡോസ് 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ ഡെസ്ക്ടോപ്പ് ലേഔട്ട് തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യുകയായിരുന്നു. ഇതൊക്കെയാണ് രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ തമ്മിലുള്ള പ്രകടമായ വ്യത്യാസങ്ങൾ. താങ്ക് യു. Hi there. Thanks for watching. If you liked the video, please press the like button, or if you don't like the video, don't mind, please press the dislike button. If you haven't subscribed our channel, please press the subscribe button. Also, please press the red color bell icon and click all to get the notification when I am uploading new videos. You are requested to comment your opinion in the comment box. And please share this video to your friends to get them also more knowledge about the computer. Thank you.